जय बोल सद्गुरुनाथ महाराज की जय। नरसिंहावतार कीर्तन चोली जय नरसिंहा जय नरसिंहा जय जय नरसिंहा जय नरसिंहा जय नरसिंहा जय जय नरसिंहा जय नरसिंहा जय नरसिंहा जय नरसिंहा जय नरसिंहा जय जय नरसिंहा जय नरसिंहा जय नरसिंहा जय जय नरसिंहा जय नरसिंहा जय नरसिंहा जय जय नरसिंहा
ജൈവോ ഭക്തവത്സല ലക്ഷ്മീ നരസിംഹ ഭഗവാൻ കീ ജയ്. നാരായണ കവചം ഉച്ചയ്ക്ക് കേട്ടു പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? അവിടെ 2 അമ്മമാർ കേട്ടു, അവിടെ ഭക്തനായ അദ്ദേഹം അവരെ കേട്ടു. നാരായണ കവചം പറയുന്നത് മന്ത്രപൂർവമായ കവചമാണ്. ഓക്കെ, പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. അത് ഇട്ടിട്ടും ചിലപ്പോൾ ഇടാതെ പോകുമ്പോൾ ഇന്ദിരാഗാന്ധിയെ ചുട്ടു, അവരെ വെടിവെച്ചു കൊന്നു പറയാം. എന്തായാലും ഇത് മറന്നാൽ പോലും, ഇത് എടുക്കാൻ മറന്നാൽ പോലും ഭഗവാൻ രക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, നാമം ജപിച്ചാൽ മതി. ഈ നാരായണ കവചത്തിലാണ് നരസിംഹനെ 2 പ്രാവശ്യം പറയുന്നത്. പായാൻ നരസിംഹോ അസുര യൂഥപാരിഹി. ആദ്യം നരസിംഹനെ പ്രാർത്ഥിച്ചു. ശരിക്കും ഹരി എന്ന പേരിൽ എല്ലാ ഭഗവാനും അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ഹരി പറഞ്ഞാൽ കുതിര എന്നർത്ഥം. നമ്മൾ പൂജ ചെയ്തില്ലേ? കുതിര രൂപത്തിലിരിക്കുന്ന ഭഗവാന്റെ അവതാരമാണ് ഹയഗ്രീവ ഭഗവാൻ. അതേപോലെ ഹരി പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. അതിലൊരർത്ഥം, പ്രധാനമായ അർത്ഥമാണ് സിംഹം. അതുകൊണ്ട് ഹരിൽ വിദഗ്ധ്യാൻ മമ സർവരക്ഷാം. നരസിംഹരഹിതം ക്ഷേത്രം നഭൂതോ നഭവിഷ്യതി. നരസിംഹനില്ലാത്ത ക്ഷേത്രം തന്നെയില്ല. ഏത് ക്ഷേത്രത്തിലും പിൻവശത്ത് നരസിംഹൻ ഉണ്ടാവും രക്ഷയ്ക്കായി. അങ്ങനെ നരസിംഹൻ ഹരിഹി വിദഗ്ധ്യാത് മമ സർവരക്ഷ. ഹരി പറഞ്ഞാൽ കുറങ്ങനെന്ന് കൂടി അർത്ഥമുണ്ട്. അങ്ങനെ വെച്ചാൽ ഹനുമാൻ കൂടി അർത്ഥം വയ്ക്കാം. ഇവിടെ പ്രധാനം നരസിംഹൻ. അങ്ങനെ ആദ്യം നരസിംഹനെ പ്രാർത്ഥിച്ചു, പിന്നെ ഇടയിൽ പ്രാർത്ഥിച്ചു, പിന്നെ അവസാനം വിദിക്ഷു ദിക്ഷു ഉത്തമതസമർത്ഥ. 3 പ്രാവശ്യം ഈ നരസിംഹനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ നാരായണ കവചം ഇവിടെ സമർപ്പിച്ചു. പക്ഷെ എന്ത് ചെയ്തു? ഇന്ദ്രൻ നാരായണ കവചം ഉപദേശിച്ച ആളുടെ അടുത്ത് ചെന്നപ്പോഴാണ് അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടു. എന്താ തെറ്റ്? ദേവന്മാരുടെ ഗുരുനാഥനാണ്. ദേവന്മാരുടെ ഗുരുനാഥനായ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അസുരന്മാർക്ക് ഹോമിക്കുന്നു. ഇന്ദ്രായ സ്വാഹ. എന്താണ് ഹോമിക്കുന്നത്? ഇടയ്ക്ക് നമുച്ചയേ സ്വാഹ എന്ന പതുക്കെ നമുച്ചി മുതലായ അസുരന്മാർക്ക് ഹോമിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കണം? നാരായണ കവചം ജപിച്ചു പറഞ്ഞ് തെറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഫലം കൂടി ഉണ്ടാവും. അങ്ങനെ ചെയ്തപ്പോൾ ഇന്ദ്രൻ ക്രുദ്ധോഹന്യാൻ ഗുരുനബി എന്നാണ് രാമായണത്തിലെ ഹനുമാൻ സ്വാമി പറയുന്നത്. കോപം വന്നു കഴിഞ്ഞാൽ സ്വന്തം ഗുരുക്കളെപ്പോഴും വെട്ടിക്കൊള്ളും. ഗുരു പറഞ്ഞാൽ ഗുരുതുല്യമായ അച്ഛനന്മാർക്ക് എല്ലാവരും വെട്ടിക്കൊള്ളാൻ തോന്നിപ്പോകും. അതുകൊണ്ട് ക്രോധം നിയന്ത്രിക്കാൻ പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്തു? ഇന്ദ്രൻ തൻ്റെ വാളെടുത്ത്, അദ്ദേഹത്തിന് 3 തല ഉണ്ടായിരുന്നു, അദ്ദേഹം 3 തലയും വെട്ടിയപ്പോൾ അദ്ദേഹം 3 പക്ഷികളായി മാറി. ഇതിൻ്റെ കാരണം അറിയാതെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പോയി. പ്രാണൈഹി അർത്ഥയിച്ച സാധയെ. എൻ്റെ പ്രാണൻ കൊണ്ട് നിങ്ങളെ ഞാൻ രക്ഷിക്കാം. പ്രാണൻ ഉപേക്ഷിച്ചു നിങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ പ്രാണൻ ഉപേക്ഷിച്ചോ സംശയം. പക്ഷേ നാരായണ കവചം ജപിച്ചത് കൊണ്ട് എന്തായി? അദ്ദേഹം മരിച്ചിട്ടില്ല. 3 പക്ഷികളുടെ രൂപം സ്വീകരിച്ച് അദ്ദേഹം പറന്നു. പിന്നെ ഇന്ദ്രനക്ക് ഗുരുനാഥനെ കൊന്ന പാപം, ബ്രഹ്മഹത്യ പാപം വന്നു. ബ്രഹ്മഹത്യ പാപം വന്നപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, എൻ്റെ ബ്രഹ്മഹത്യ സ്വീകരിക്കുന്നവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരു സാധനം തരാം. ഫ്രീ ആയിട്ട് ഒരു സാധനം തരാൻ പറഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്നവർ സ്ത്രീകളായിരിക്കും. ഒരു സാരി മേടിച്ചാൽ ഒരു സാരി ഫ്രീ പറഞ്ഞാൽ മതി. ഒരു പുടവ മേടിച്ചാൽ ഒരു. പിന്നെ ആ കടയിൽ നല്ല തറക്കുണ്ടാവും. ഒരു നല്ല സാരിയും പിന്നെ പൊതുവെ ഒരു ചീത്ത സാരി കിട്ടും. കുഴപ്പമില്ലേ മേടിച്ച് പോകും. അങ്ങനെയാണ് സ്ത്രീ ഭൂജല ദ്രുമയിലേന. സ്ത്രീകൾക്കും അതേപോലെ ഭൂമിക്കും വെള്ളത്തിനും മരങ്ങൾക്കുമായി തൻ്റെ പാപം വിധിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോഴാണ് ഈ വിശ്വരൂപൻ്റെ അച്ഛനായ ത്വഷ്ടാവിനെ ദേഷ്യമെന്നും ഈ ഇന്ദ്രൻ ബ്രഹ്മഹത്യ ചെയ്തിട്ടും ആ പാപം സ്വയം ഏറ്റെടുക്കാതെ പാവപ്പെട്ട ആളുകളിൽ നിന്ന് സൂത്രപണിയിൽ കൊടുത്തല്ലേ, ഈ ഇന്ദ്രനെ വധിക്കണം തീരുമാനിച്ച് ഹോമം ചെയ്തു. ആഭിചാര യാഗം ചെയ്തപ്പോൾ മന്ത്രം പിഴച്ചു. മന്ത്രം വേണ്ട വിധത്തിൽ പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം ശരിയാവുള്ളൂ. അവക്ഷരമണായുഷ്യം വിസ്വരം വ്യാധി പീഡിതം.
അക്ഷതാശസ്ത്രരൂപേണ വജ്രം പതതി മസ്തകേ. അക്ഷരം മാറിയാൽ ആയുസ് കുറയും, സ്വരം മാറിയാൽ വ്യാധി ഉണ്ടാവും. വിസ്തരം വ്യാധി പീഡിതം. അക്ഷത അങ്ങനെ പറഞ്ഞ് നമ്മൾ അക്ഷത ഇട്ടാൽ അത് ചിലപ്പോൾ ശസ്ത്രം പോലമായി മാറും. അതുകൊണ്ടാണ് നല്ല പഠിച്ച മഹാത്മാക്കളടുത്ത് അക്ഷത കൊടുത്ത് നമുക്ക് ശിരസിലിടാൻ പറയണം. കാരണം ഒരാളുടെ ഭാര്യയ്ക്ക് വളരെ സുഖമില്ലായിരുന്നു, അസുഖമായി. അപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ സുഹൃത്ത് പറഞ്ഞത് ദേവീ കവചം വഹിച്ചോളൂ പറഞ്ഞു. അദ്ദേഹം ദേവീ കവചം പഠിച്ചപ്പോൾ എന്തായി, പിന്നെ ഭാര്യ മരിച്ചു. അപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു, നീ പറഞ്ഞിട്ടാണ് ദേവീ കവചം പഠിച്ചു, പക്ഷേ മരിച്ചു പോയല്ലോ. എങ്ങനെയാണ് പഠിച്ച് നോക്കുമ്പോഴാണ് ആ പുസ്തകത്തിൽ അക്ഷരത്തെറ്റുണ്ടായിരുന്നു. പുത്രാൻ രക്ഷതു കൗമാരി ഭാര്യാം രക്ഷതു ഭൈരവി, അങ്ങനെയാണ് മന്ത്രം. ആ പുസ്തകത്തിൽ എന്തായിരുന്നു, ഭാര്യാം ഭക്ഷതു ഭൈരവി. അങ്ങനെ രക്ഷത്തിന് പകരം ഭക്ഷതു ആയി, അല്ല ജക്ഷതു. എൻ്റെ ഭാര്യയെ ഭൈരവി രക്ഷിക്കട്ടെ പകരം ഭക്ഷിക്കട്ടെ എന്ന അർത്ഥമായിപ്പോയി. അതുകൊണ്ടാണ് നമ്മളായിട്ട് പുസ്തകം നോക്കി ഇങ്ങനെ പല സാധനങ്ങൾ നോക്കി മന്ത്രം പഠിക്കാൻ പാടില്ല. ഒരു ഗുരു അടുത്ത് ഇരുത്ത് മര്യാദയ്ക്ക് ഉപദേശമായി സ്വീകരിക്കണം എന്നോട് പറയും. അതുകൊണ്ട് എന്തായി, ഇന്ദ്രനെ കൊള്ളാൻ പാകത്തിൽ മഹാൻ ഉണ്ടാവട്ടെ പകരം ഇന്ദ്രൻ കൊള്ളാൻ പാകത്തിൽ മഹാൻ ഉണ്ടായിക്കോട്ടെ. ഓരോരോ സമാസം പറയുന്നു. സമാസം പറഞ്ഞാൽ വിഗ്രഹവാക്യം. സംസ്കൃതം കുറച്ച് പഠിച്ചാലേ ഞാൻ പറയുന്നത് മനസ്സിലാവും. ഇന്ദ്രസ്യ ശത്രു പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ശത്രു. ഇത് ഷഷ്ടി തത്പുരുഷം പറയും. ഇത് സ്വരം മാറുമ്പോൾ എന്തായി, ഇന്ദ്ര ശത്രു യസ്യ സമാ. ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അരിപ്പൊടി പറഞ്ഞാൽ അർത്ഥം, അരിയെ പൊടിച്ചാൽ അരിപ്പൊടി. മഞ്ഞപ്പൊടി പറഞ്ഞാൽ മഞ്ഞൾ പൊടിച്ചാൽ മഞ്ഞപ്പൊടി. പൽപ്പൊടി പറഞ്ഞാൽ പള്ളു പൊടിക്കാൻ, പള്ളിന് വേണ്ടി ഉണ്ടാക്കുന്ന പൊടിയാണ്. ഇതാണ് ഒരേ വാർത്ത തന്നെയാണ്, പക്ഷേ അർത്ഥം മാവാം. അരിയെ പൊടിക്കുന്നത് പോലെ പൽപ്പൊടി പല്ല് പൊടിച്ച് ഉണ്ടാക്കുന്നില്ലേ, പല്ലിന് വേണ്ടിയിട്ടുള്ള പൊടി. അതുപോലെയാണ് ഇവിടെ അർത്ഥം മാറിപ്പോയി. ഇന്ദ്രനെ കൊല്ലാൻ ഭാഗത്തിൽ പകരം ഇന്ദ്രൻ കൊല്ലാൻ ഭാഗത്തിൽ മണ്ണുണ്ടായിക്കോട്ടെ. അർത്ഥം മാറി. അതിൽ നിന്നാണ് വൃത്രാസുരൻ പുറപ്പെട്ടു. വൃത്രാസുരൻ കണ്ട് പേടിച്ച ദേവന്മാരൊക്കെ ഭഗവാനെ ശരണം പ്രാപിച്ചു. ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരിശരണം മമ. ദേവന്മാർ ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു, ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ. ആദ്യം പദ്യങ്ങളായി സ്തുതിച്ചു, പിന്നെ പദ്യം പോരാ ഗദ്യം കൊണ്ടുകൂടി സ്തുതിച്ചു. അങ്ങനെ സ്തുതിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, ദധീചിയിലുള്ള മഹാത്മാവ് നാരായണ കവചം ജപിച്ച് സിദ്ധി വരുത്തിയ ആളാണ്. നമ്മൾ ഏത് മന്ത്രം ജപിച്ചാലും അത് നമ്മുടെ അസ്ഥികൂടം വരെ എത്തും, നെട്ടല് വരെ എത്തും. മന്ത്രം ജപിച്ചാൽ മാത്രമല്ലേ, നമ്മൾ ചെയ്ത പാപവും നെട്ടല് വരെ ചെല്ലും. അതുകൊണ്ട് എന്താവും, വളരെ ദുഃഖിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പഞ്ചഗവ്യം പറഞ്ഞാൽ ഒരേ പശുവിൻ്റെ 5 സാധനം: പാല്, തൈർ, നെയ്, ചാണകം, മൂത്രം. ഇത് 5 മന്ത്രങ്ങൾ ചൊല്ലി ഒന്നാക്കി പിന്നെ പുണ്യാഹം കഴിച്ച വെള്ളം കൂടി ചേർത്ത് അതിനൊരു മന്ത്രം പറഞ്ഞ് കുടിക്കും. യത്വഗസ്ഥിഗതം പാപം ദേഹേ തിഷ്ഠതി മാമകേ പ്രാശനം പഞ്ചഗവ്യസ്യ ദഹത്വഗ്നിരിവേന്ധനം. നമ്മൾ ചെയ്ത പാപം ത്വക്ക് അസ്ഥി വരെ ഉണ്ടാവും, അത് മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പഞ്ചഗവ്യം. യത്വഗസ്ഥിഗതം പാപം ദേഹേ തിഷ്ഠതി. അത്
ദഹതു അഗ്നിരിവ ഇന്ധനം. അഗ്നി എങ്ങനെയാണോ ഇന്ധനം വിറകുകളെ ഭസ്മമാക്കുന്നുവോ അതുപോലെ ഈ പഞ്ചഗവ്യം എൻ്റെ പാപങ്ങൾ അനുസരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യണം. ഇപ്പോൾ പഞ്ചഗവ്യം വെച്ചാൽ എന്താണെന്ന് തന്നെ കഞ്ഞുകൂടും, നാലഞ്ച് സാധനം കൂട്ടി വയ്ക്കുന്നു. അത് ഒരേ പശുവിൻ്റെ നമുക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതയാളും പറഞ്ഞു വന്ന കാര്യം പാപങ്ങൾ ചെല്ലുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന പുണ്യവും അസ്ഥി വരെ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഈ ദധീചി മഹർഷി നാരായണ കവചം ജപിച്ച പോലെ എന്തായി അദ്ദേഹത്തിൻ്റെ നെട്ടല് പോലും നാരായണ കവചമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു ദധീചി മഹർഷിയോട് നെട്ടല് ചോദിച്ച് അതിൽ ആയുധം തയ്യാറാക്കി പോയാൽ നിങ്ങൾക്ക് ജയം കിട്ടും എന്ന് പറഞ്ഞു. ഉടനെ ദേവന്മാർ ദധീചി മഹർഷി ആസനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ഒരു ചെറിയ ഉപകാരം വേണം. എന്താ ഉപകാരം? കുറച്ച് നെട്ടല് മാത്രം കൊടുത്താൽ മതി, കൂടുതലൊന്നും വേണം. കുറച്ച് അരി വേണം, പരുപ്പ് വേണം ചോദിക്കുന്ന പോലെയാണ് നെട്ടല് വേണം ചോദിക്കുന്നത്. നെട്ടല് കൊടുക്കണം പറഞ്ഞാൽ അർത്ഥം ജീവിതം ഉപേക്ഷിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. അടുത്തവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ഉപേക്ഷിച്ച മഹാത്മാക്കൾ ഉണ്ടായ ദേശമാണ്. ഇപ്പോൾ എന്തായി അടുത്തവരെ നശിപ്പിച്ചിട്ടാണ് സ്വന്തം ജീവിതം നടത്തുന്ന ആൾക്കാരായി മാറിപ്പോയി. അങ്ങനെ അവർ അടുത്തവരുടെ നന്മയ്ക്ക് സ്വന്തം ജീവിതം ഉപേക്ഷിച്ച മഹാത്മാവാണ്. ധ്യാനത്തിൽ ഭഗവാനെ പ്രാപിച്ചു. അദ്ദേഹത്തിനെ നെട്ടലെടുത്ത് ആയുധമുണ്ടാക്കി ഒരു ഇന്ദ്രൻ പുറപ്പെട്ടു. അത് കണ്ടപ്പോൾ ഇന്ദ്രനെ കണ്ട് അസുരന്മാരൊക്കെ പേടിച്ചു ഓടുന്നു. അങ്ങനെ പേടിച്ച് ഓടുമ്പോഴാണ് വൃത്രാസുരൻ വിളിച്ചു പറഞ്ഞു, ഹേ വിപ്രചിത്തേ നമോചേ പുലോമന്നേ മയാനം വംശം പരമേശ്വരുദ്ധം. ജനിച്ചാൽ മരണം ഉറപ്പാണ്. ആ മരണം രണ്ട് വിധത്തിൽ പ്രാപിച്ചാൽ നല്ലതാണ്. ഒന്ന് എന്താണ്? ധ്യാനം ചെയ്ത് നമ്മുടെ ശരീരം ഉപേക്ഷിക്കണം. അത് മഹാത്മാക്കൾക്കേ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ പട്ടാളക്കാരനായി ചേർന്ന് നമ്മുടെ ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ ആർ മരിക്കുന്നുവോ അവർക്ക് നല്ല ഗതി കിട്ടും. ദ്വാവിമോ പുരുഷോലോകെ സൂര്യമണ്ഡല ഭേദിനോ പരിവ്രാട്ട് യോഗയുക്തശ്ച രണേച്ച അഭിമുഖേ ഹതഃ. അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ പറഞ്ഞ് അസുരന്മാരെ വിളിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്താണ് വൃത്രാസുരൻ ഭഗവാനെക്കുറിച്ച് 4 ശ്ലോകം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. വൃത്രചതുശ്ലോകി എന്നാണ് മഹാത്മാക്കൾ പറയും. വൃത്രചതുശ്ലോകി പറഞ്ഞാൽ ഭക്തചതുശ്ലോകി, ഭക്തൻ പറഞ്ഞ 4 ശ്ലോകം. ഭാഗവതത്തിൽ 4 ശ്ലോകമുണ്ട്. ആദ്യം ദ്വിതീയ സ്കന്ധത്തിൽ ഭഗവാൻ പറഞ്ഞ 4 ശ്ലോകം, ഇവിടെ ഭക്തൻ പറഞ്ഞ 4 ശ്ലോകം. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേത അസുപതിർഗുണാംസ്തേ ഗൃണീതവ കർമ്മ കരോതു കായഃ നാഗപൃഷ്ടം ന ച പാരമിഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ സമഞ്ജസാ ത്വാ വിരമയ്യകാംക്ഷേ. ഭഗവാനെ, എൻ്റെ ദാസൻ്റെ ദാസനായിരിക്കാനാണ് എനിക്ക് താല്പര്യം. ഭഗവാന്റെ ഭക്തനായിരിക്കുന്നതിനാൽ ഭക്തൻ്റെ ഭക്തനായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അനുഭവം ഉണ്ടാവുന്നത്. എൻ്റെ മനസ്സ്, വാക്ക്, കായം എല്ലാം നിനക്ക് സമർപ്പണമായിക്കോട്ടെ. എനിക്ക് വേറെ ഭൗതിക സുഖങ്ങളൊന്നും ആവശ്യമില്ല. അജാതപക്ഷായിവ മാതരം ഖഗാഃ സ്തന്യം യഥാ വത്സതരാഃ ക്ഷുധാർത്താഃ പ്രിയം പ്രിയേവം യുഷിതം വിഷണ്ണാ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. ചെറിയ കുഞ്ഞു പക്ഷികൾ കൂട്ടിലിരിക്കുമ്പോഴാണ് ഈ ചെറിയ പക്ഷികൾ വിശന്ന് അമ്മയെ വിളിക്കും, കീ കീ കീന്ന് വിളിക്കും. അതുപോലെ ഞാൻ ഭഗവാനെ എന്നെ വിളിക്കുന്നു. തൂമാജി മാവൂളി മീ തുജേ ദേക്കറൂ അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഭക്തന്മാർ. പിന്നെ രണ്ടാമത്തെ ഉദാഹരണം പറയുന്നു, കട്ടിയിട്ട പയ്യക്കുട്ടി അമ്മയെ പ്രതീക്ഷിച്ച് അമ്മേന്ന് വിളിക്കും. അതേപോലെയാണ് ഞാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2 ഉദാഹരണം എന്താക്കണം? പക്ഷികൾക്ക് 2 പക്ഷം ഇരിക്കുന്നത് പോലെ ജ്ഞാനം, ഭക്തി, ഇങ്ങനെ എനിക്ക് 2 പക്ഷമില്ല എൻ്റെ അടുത്ത് എത്തിച്ചേരാം. ഇല്ലെങ്കിൽ കർമ്മം കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ, അതുകൊണ്ട് എൻ്റെ അടുത്ത് എനിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് 3ാമത്തെ ഉദാഹരണം പറയുന്നു, പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷാതിക്ഷതേ ത്വാം. ദൂരദേശ യാത്രയ്ക്ക് പോയ തൻ്റെ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പതിവ്രതാ സ്ത്രീയെ പോലെ ഞാൻ കാത്തിരിക്കുന്നു.
ഉദാഹരണം പറഞ്ഞാൽ അശോകവനത്തിൽ സീതാദേവി പോലെ വൃന്ദാവനത്തിൽ രാധാദേവി പോലെയാണ്. അശോകവനത്തിലിരിക്കുന്ന സീതാദേവിയുടെ അടുത്ത് ഹനുമാൻ സ്വാമി വന്ന് പറഞ്ഞു, അമ്മേ നമുക്ക് ഇപ്പം തന്നെ രക്ഷപ്പെടാം, എൻ്റെ അടുത്ത് വന്നു എൻ്റെ തോളിൽ കയറിക്കോളും, ആ പെട്ടെന്ന് രാമൻ്റെ അടുത്ത് കൊണ്ടാക്കാം. ഇത് പറയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ സ്ത്രീകളും വേഗം തന്നെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് ഒപ്പം പുറപ്പെടും. ഇവിടെയാണ് സീതാദേവി പറയുന്നു, തത്തസ്യ ദിവസം ഭവേത്, രാമൻ വരട്ടെ, ഞാൻ കാത്തിരിക്കും. അങ്ങനെ സീതാദേവിയെപ്പോലെ പതിവ്രതകൾ എങ്ങനെ കാത്തിരിക്കുമോ അതുപോലെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, എനിക്ക് ദർശനം തരണേ. ദർശനം ദേവി മേ ദയാനിധേ ദേവാദിദേവശ്രീ ധരണീപതേ ദർശനം ദേവി മേ ദയാനിധേ. ദർശനം തരണയെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ദർശനം ദുർലഭമാണ്. ഭഗവാൻ നീ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിൻ്റെ ഭക്തന്മാരെങ്കിലും എൻ്റെ അടുത്ത് അയച്ചാൽ മതി. ഭഗവാൻ പറഞ്ഞു, ഞാനും അറിയില്ല, എൻ്റെ ഭക്തന്മാരെയും പറഞ്ഞു വിടാറില്ല. കാരണം എന്നെക്കാൾ ദുർലഭമാണ് ഭക്തന്മാരുടെ ദർശനം. എനിക്ക് കഞ്ഞി വേണ്ട, പാൽപ്പായസം വേണം പറയുന്നത് പോലെയാണ്, അതും കിട്ടില്ല. അപ്പോഴാണ് വൃത്രാസുരൻ പ്രാർത്ഥിക്കുന്നു, തന്മായയ ആത്മാത്മജ ദാരഗേഹേഷു ആസക്ത ചിത്തസ്യ നാഥഭൂയാത്. നിൻ്റെ മായയിൽപ്പെട്ട് പരിഭ്രമിക്കുന്ന ലൗകിക ജനങ്ങളോട് എനിക്ക് കൂട്ടുകെട്ട് പാടില്ല. എപ്പോഴും തനിച്ച് സത്സംഗത്തിലിരിക്കാൻ, അല്ലെങ്കിൽ തനിച്ച് ഭഗവാനെ നാമം ജപിക്കാനുള്ള ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിച്ചു. ഈ വൃത്രാസുരൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ഇന്ദ്രൻ തന്നെ അത്ഭുതപ്പെട്ടു. ശരിക്കും വൃത്രാസുരനാണ് ഇപ്പോൾ ദേവനായി മാറിക്കഴിഞ്ഞിരുന്നു. ഇവിടെ ഇന്ദ്രൻ അസുരനായി മാറിക്കഴിഞ്ഞിരുന്നു. അസുരൻ പറഞ്ഞാൽ എന്താ അർത്ഥം? അസൂണ് ലാതീതി അസുരഹ. അസു പറഞ്ഞാൽ പ്രാണൻ. നമ്മുടെ പ്രാണനെ വലിച്ച് കൊണ്ടുപോകുന്നവരാണ് അസുരന്മാർ. ഇപ്പോൾ വൃത്രാസുരൻ്റെ പ്രാണൻ എടുക്കാനല്ലേ ഇന്ദ്രൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ അസുരനായി. ഭഗവാനോട് ഭക്തി പ്രാർത്ഥിക്കുന്ന വൃത്രാസുരൻ ഭക്തനായി മാറി. പിന്നെ യുദ്ധം തുടങ്ങിയപ്പോൾ വൃത്രാസുരൻ എന്നിട്ടു ഇന്ദ്രൻ്റെ ആണയെയും അവൻ്റെ കയ്യിലിരുന്ന വജ്രായുധം ഇന്ദ്രനെയും ഇങ്ങനെ പിടിച്ചു. ഗണപതി ഹോമം കേൾക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് സ്വാഹ അകത്താണ്. പക്ഷേ ഇന്ദ്രൻ മരിച്ചിട്ടില്ല. വൃത്രാസുരൻ്റെ വയറ്റിൽ തന്നെ ഇന്ദ്രൻ വയറ് ചെയ്ത് പുറത്തു വന്നു. പിന്നെ വൃത്രാസുരൻ്റെ കഴുത്ത് മുറിക്കാൻ ഒരു കൊല്ലം വേണ്ടി വന്നു എന്ന് പറയുന്നു. അങ്ങനെ വൃത്രാസുരനെ വധിച്ചപ്പോൾ വൃത്രാസുരൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ജ്യോതി പുറപ്പെട്ട് ഭഗവാന്റെ ലോകത്തിൽ എത്തിച്ചേർന്നു. പിന്നെ വൃത്രാസുരനെ കണ്ട പാപം വീണ്ടും ഇന്ദ്രനെ പിടികൂടി. അപ്പോഴാണ് വൃത്രാസുരൻ കുറച്ചു കാലം മാനസ സരസിൽ ഒരു തവളയുടെ രൂപത്തിൽ അവിടെ ഒളിച്ചിരുന്നു. ഒരു താമരയുടെ മുകൾ തണ്ടിൽ എന്നൊക്കെ പറയുന്നു. അവസാനം ഇന്ദ്രൻ യാഗം ചെയ്തു, അശ്വമേധയാഗം ചെയ്ത് ഭഗവാന്റെ നാമം ജപിച്ചു. ഋതംബരധ്യാന നിവാരിതാഘ ശ്രീകൃഷ്ണശരണം മമ ശ്രീഹരിശരണം മമ 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 ശ്രീഹരിശരണം മമ ശ്രീഹരിശരണം മമ. സദ്കർമ്മങ്ങളും ഭഗവൻ നാമം ജപിച്ച് ഇന്ദ്രൻ്റെ പാപം മാറിക്കിട്ടി. ഈ കഥ വായിക്കുന്നവർക്കും വിശേഷ വാവ് ദിനങ്ങളിൽ, കറുത്ത വാവ് വെളുത്ത വാവ് സമയങ്ങളിൽ ഈ വൃത്രാസോപാഖ്യാനം പാരായണം ചെയ്യുന്നവർക്ക് ഭക്തി എല്ലാ പാപങ്ങളും മാറിക്കിട്ടും, ഭക്തി ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് ധന്യം യശസ്യം നിഖിലാഘമോചനം ശത്രുക്ഷയം മുതലായ എല്ലാ ഫലങ്ങളും ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് ഇത് സമർപ്പിച്ചു. അപ്പോഴാണ് പരീക്ഷിച്ച് ചോദിക്കുന്നു, രജസ്തമസ്വഭാവസ്യ ബ്രഹ്മണ് വൃത്രസ്യ പാപ്പണ. രജോ ഗുണത്തിൽ തമോ ഗുണത്തിൽപ്പെട്ട വൃത്രാസുരനക്ക് ഭഗവാനോട് ഇങ്ങനെ ഭക്തി എങ്ങനെ ഉണ്ടായി? ദേവാനാം ശുദ്ധസത്വനാം, ശുദ്ധസത്വം ഉള്ള ദേവന്മാർക്ക് പോലും ഈ വൃത്രാസുരനെ പോലെ പ്രേമഭക്തി കിട്ടാറില്ലല്ലോ. ഈ ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഭക്തി അസുരനക്ക് എങ്ങനെ കിട്ടി ചോദിച്ചപ്പോഴാണ് വൃത്രാസുരൻ്റെ പൂർവ്വജന്മ കഥ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുന്നു. വൃത്രാസുരൻ പൂർവ്വജന്മത്തിൽ ചിത്രകേതു പേരുള്ള രാജാവായിരുന്നു. ആസീത് രാജ സാർവഭൗമഃ
ശൂരസേനേഷു വൈ നൃപാ. ശൂരസേനം എന്ന ദേശത്തിൽ ചിത്രകേതു എന്ന് വരുന്ന രാജാവ് പല സ്ത്രീകളെ വിവാഹം കഴിച്ചു. കോടി സ്ത്രീകൾ എന്നവിടെ പറയുന്നു. കോടി സ്ത്രീകളുടെ കമ്പണിക കറോട്ട്പതി പറയാമല്ലോ. കോടി പേർക്ക് ഭർത്താവായി പറഞ്ഞതിൻ്റെ അർത്ഥം ചിത്രകേതു പറഞ്ഞാൽ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. അവർക്ക് കോടി മാത്രമേ ഉണ്ടായിരുന്നു, നമുക്ക് പല കോടിയാണ്. ഈ ചിത്രകേതുവിന് സന്താന ഭാഗ്യമില്ല. അപ്പോഴാണ് അങ്കിരസ് മഹർഷി അവിടെ വന്നു. അദ്ദേഹത്തോട് സങ്കടം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഹോമം ചെയ്ത് അതിൻ്റെ പ്രസാദം ചറു കൊടുത്തു. ഇത് കഴിച്ചാൽ സന്താന ഭാഗ്യം ഉണ്ടാകും പറഞ്ഞപ്പോൾ അത് തൻ്റെ മൂത്ത റാണിക്ക് കൊടുത്തു. കൃതദ്യുതി എന്നാണ് അവളുടെ പേര്. അവൾ കഴിച്ചപ്പോൾ അവൾക്ക് മാത്രം സന്താനം ഉണ്ടായി. അപ്പോൾ എന്തായി, ബാക്കി റാണികൾക്ക് സന്താനമില്ല. ഈ രാജാവ് എപ്പോഴും ജ്യേഷ്ഠ റാണിയുടെ അടുത്താണ് കുട്ടിയും നോക്കിക്കൊണ്ട് റാണിയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ബാക്കി റാണികൾ വിചാരിച്ചു, ഈ കുട്ടി ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ അടുത്ത് രാജാവ് വന്നില്ല. അപ്പോൾ കുട്ടിയെ വധിക്കാൻ വിചാരിച്ച് എല്ലാവരും തീരുമാനിച്ച് വിഷം കൊടുത്തു, കുട്ടിയെ കൊന്നു. അപ്പോൾ കൊട്ടാരത്തിൽ കൂട്ട് കരച്ചിലായി, എല്ലാവരും കരയുന്നുണ്ട്. വിഷം കൊടുത്തവരാണ് കൂടുതൽ കരയുന്നത്. ഗ്രിസിലൊക്കെ തേച്ചിന്തൊക്കെ തേച്ച് കരയുന്നു. ആ സമയത്താണ് അങ്കിരസും നാരദനും വന്നു. നാത്വാ അങ്കിരാണാമമുനി ആജഗാമസനാരദ. കൃത്യ ആ സമയത്തിൽ വരാൻ കാരണം അങ്കിരസ മഹർഷി ഉണ്ണി ഉണ്ടാവും പറയുമ്പോൾ തന്നെ ഒരു വാക്കുകൂടി അവിടെ പറഞ്ഞു. ഈ ഉണ്ണിയെ കൊണ്ട് നിനക്ക് സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും പറഞ്ഞിട്ടാണ് കൊടുത്തു. അപ്പോഴാണ് നാരദനും അങ്കിരസം വന്നപ്പോൾ സങ്കടം വന്നു. ഉണ്ണി പോയല്ലോ അവിടെ ഉണ്ടല്ലോ. ഉണ്ണിയുടെ ജീവൻ പോയി, ശരീരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നാരദൻ പറഞ്ഞു, ശരീരമാണെങ്കിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു ദിവസം ശരീരം നശിക്കും. കുറച്ച് കാലങ്ങളിൽ ഐസ് പെട്ടിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ ശരീരം പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശീര്യതേതി ശരീര, അത് നശിക്കുന്നത് കൊണ്ടാണ് ശരീരം. നിൻ്റെ കുട്ടി ആത്മാവ് വിചാരിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ആത്മാ അനശ്വരമാണ്, അത് നശിക്കാത്തതാണ്. നിൻ്റെ കുട്ടിയെ ശരീരം വിചാരിക്കുന്നുവോ ആത്മാ എന്ന് വിചാരിക്കുന്നുവോ രണ്ട്. എൻ മന്യസേ ധ്രുവം ലോകം അധ്രുവം വാ നശോഭിയം സർവഥാ നഹി ശോച്യാസ്തേ സ്നേഹാദന്യത്ര മോഹജാത്. ഇത് പറഞ്ഞപ്പോഴാണ് അവിടെ കുറച്ച് ബോധം കിട്ടി. എന്നാലും വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി മരിച്ചുപോയ കുട്ടിയെ ജീവിപ്പിച്ചു. ആ കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, ഏത് ജന്മത്തിൻ്റെ അച്ഛനമ്മമാരാണ് ഇവർ? പല ജന്മത്തിൽ ഞാൻ പല അച്ഛനമ്മമാരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോ അച്ഛനമ്മമാർക്ക് വേണ്ടി തിരിച്ച് വന്നാൽ പിന്നെ ഞാൻ മുക്തി നേടേണ്ടേ? ആ കുട്ടി തന്നെ നേരിട്ട് ചോദിച്ചു. നമ്മുടെ കയ്യിലിരിക്കുന്നവർ മാത്രമേ നമ്മുടെ കാശ്, ആ കാശ് അടുത്തവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ സ്വന്തമായി. അവരടുത്തവർ കൊടുത്താൽ അവർക്ക് സ്വന്തമായി. യഥാവസ്തുവിന് പന്യാണി. ഒരു 10 രൂപ നമ്മൾ എന്ത് ചെയ്തു, 10-50 രൂപ എടുത്ത് രാവിലെ പാല് വാങ്ങാൻ വേണ്ടി പാലുകാരൻ്റെ കയ്യിൽ 50 രൂപ കൊടുത്തു, പാല് മേടിച്ചു. പാലുകാരൻ വേറെ ആളുടെ കയ്യിൽ കൊടുത്തു, അയാൾ വേറെ ആളുടെ കയ്യിൽ കൊടുത്തു. അവസാനം വൈകുന്നേരം മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോയപ്പോഴാണ് പച്ചക്കറിക്കാരൻ്റെ കയ്യിൽ ആ 50 രൂപ നോട്ട് കണ്ടു. ഇത് എൻ്റെ 50 രൂപയാണ്, ഞാൻ രാവിലെ പാൽക്കാരൻ്റെ കയ്യിൽ കൊടുത്തതാണ്. ചോദിച്ചാൽ തരുമോ? എന്നിട്ട് തട്ടു കിട്ടും. നമ്മുടെ കയ്യിലുള്ളത് വരെ മാത്രമേ ആ പൈസ നമുക്ക് സ്വന്തമാവും. പിന്നെ അടുത്തവർ കൊടുത്താൽ അവർക്ക് സ്വന്തമായി. ഇതുപോലെയാണ് ജീവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ ചിത്രകേതുവിന് ജ്ഞാനമുണ്ടായി. നാരദൻ നമസ്കരിച്ചു. നാരദൻ സംകർഷണ മന്ത്രം ഉപദേശം കൊടുത്തു. 7 ദിവസം ജപിച്ചപ്പോൾ തന്നെ സംകർഷണ ഭഗവാനെ നേരിട്ട് കണ്ടു. സംകർഷണ ഭഗവാൻ ഭാഗവത ഉപദേശവും കൊടുത്തു, ഒരു വിമാനവും കൊടുത്ത് വിദ്യാധരൻ എന്ന ഒരു സ്ഥാനം കൂടി കിട്ടി. ദേവന്മാരുടെ പല ഭേദമുണ്ട്, അതുപോലെയാണ് വിദ്യാധരൻ. ആ വിദ്യാധരന്മാർക്ക് പാടുന്നതാണ് ജോലി. ഇപ്പോൾ പാടാനൊപ്പം സ്ത്രീകളാണെങ്കിൽ സൗകര്യമായിട്ട് ചില സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് വിമാനത്തിൽ കയറി ഓരോ ദിക്കിലും ഭഗവാന്റെ നാമം ജപിച്ച് ഇങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ നാമം ജപിച്ച് പോകുന്ന സമയത്താണ് ഇടയ്ക്ക് കൈലാസത്തിൽ മഹാദേവനെയും പാർവതിദേവിയും കണ്ടു. മഹാദേവൻ പാർവതിദേവിയെ മടിക്കത്തിൽ വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് പരിഹാസം ചെയ്തു. എന്താ പരിഹാസം? അയം ഈ മധുനാലോകെ ദേശ ലോകഗുരു സാക്ഷാദ്ധർമ്മം ഭക്ത ശരീരിന ആസ്തേ മുഖ്യ സഹായായി മിഥുനീഭൂയ ഭാര്യ. സാധാരണ ജനങ്ങൾ പോലും പരസ്യമായിട്ട് സ്വന്തം ഭാര്യയെ മടിക്കത്തിൽ വയ്ക്കാറില്ല. ഇവിടെ ശിവൻ ആരാണ്?
ബ്രഹ്മവാദി ജ്ഞാനോപദേശം ചെയ്യുന്ന ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണാമൂർത്തിയായ ശിവൻ മുമ്പിൽ വലിയ ബ്രഹ്മചാരികളായിരിക്കുന്ന സനത്കുമാരാദികളെ അടുത്ത് വെച്ചുകൊണ്ടാണ് മടിത്തട്ടിൽ പാർവതിയെ വെച്ചിരുന്ന ഉപദേശിക്കുന്നത്, ആലിംഗനം ചെയ്തിട്ട്. ഇത് ശരിയാണോ എന്ന് പറഞ്ഞപ്പോൾ ചിത്രകേതുവിൻ്റെ അടുത്ത് നിന്ന് സ്ത്രീകളൊക്കെ ചിരിച്ചു. മഹാദേവൻ നിന്നിട്ടില്ലേ? എന്താ കാരണം? മഹാദേവനക്കറിയാം ചിത്രകേതു ശുദ്ധനാണ്. പക്ഷേ അമ്മ പാർവതി ആയതുകൊണ്ട് ചെയ്തു, അമ്മയായതുകൊണ്ട് അവനക്ക് ഒരു ജന്മം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ജന്മം തീർക്കാൻ വേണ്ടി ശാപം കൊടുത്തു, നീ അസുരനായി മരിക്കാൻ ഇടയാവട്ടെ. അപ്പോൾ ക്ഷമാപണം ചെയ്തു, മാപ്പ് ചോദിച്ചു. മാപ്പ് പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു മാപ്പ് എന്താ ചോദിച്ചു, എൻ മന്യസി, ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അസുരനായി ജനിച്ചാലും എനിക്ക് വേണ്ടത് ഭക്തിയാണെന്ന് പറഞ്ഞപ്പോൾ പാർവതി പോലും അന്തം വിട്ടു. കാരണം സാധാരണ ശാപം കിട്ടിക്കഴിഞ്ഞാൽ ശാപം മാറ്റണം, ശാപവിമോചനമേ എല്ലാവരും ചോദിക്കുള്ളൂ. ഇവിടെ ചിത്രകേതു ശാപവിമോചനം ചോദിച്ചില്ലേ? 3 ആൾക്കാർ ശാപവിമോചനം ചോദിച്ചില്ലേ? ഒന്ന് ചിത്രകേതു, പിന്നെ പരീക്ഷിത്ത്, പിന്നെ ദശരഥൻ. ഇവരൊക്കെ ശാപവിമോചനം ചോദിച്ചിട്ടില്ലേ? അപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു, ഇതുപോലെയാണ് ഭക്തന്മാർ. സുഖം വന്നാലും ദുഃഖം വന്നാലും എല്ലാം ഒരേപോലെ കാണുന്നവരാണ് ഭക്തന്മാരുടെ സ്വഭാവം. ഇവിടെ പറയുന്നു, സുഖം ദുഃഖം മൃതിർ ജന്മ ശാപോ അനുഗ്രഹ ഏവച്ച് അവിവേകൃതം പുംസ തുല്യാർത്ഥദർശിന സ്വർഗ അപവർഗ നരകേശ്വരി തുല്യാർത്ഥദർശിന. ഇത് പറഞ്ഞ് അവസാനം മഹാദേവൻ പറഞ്ഞു, ഞാനും ഒരു ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് പറഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഈ ചിത്രകേതുവിൻ്റെ പെരുമയെ പ്രശംസിച്ചു. ഈ കഥ രാവിലെ എന്നിട്ട് സ്മരിച്ചാൽ അവർക്കും സദ്ഗതി കിട്ടും എന്ന് പറഞ്ഞ് പിന്നെ 2 അധ്യായങ്ങളിൽ മരുത്തുക്കളുടെ കഥ പറഞ്ഞിരിക്കുന്നു. മരുത്ത് പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം. 49 കാറ്റുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം പ്രപഞ്ചം നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ 10 കാറ്റുകളുണ്ട്. പ്രാണ അപാന വ്യാന ഉദാന സമാന, പിന്നെ നാഗം കൂർമ്മം കൃകലാസം ധനഞ്ജയം ദേവദത്തം മുതലായ പ്രാണൻ. ഓരോന്നും ഓരോ കാര്യമൊക്കെ ഉണ്ട്. കൈ ഇങ്ങനെ അണക്കാണം കാലാണെന്നാണ് ഇതൊക്കെ വേണ്ടേ. അതുപോലെ മേഘത്തിനെ കൂട്ടിച്ചേർക്കാനും മേഘത്തിനെ തടയാനും ഈ 49 കാറ്റുകൾ ഉണ്ടാകുന്ന കഥയാണ് മരുത്തുക്കളുടെ കഥ. ദിതി പേരുള്ള കശ്യപൻ്റെ ധർമ്മപത്നി കശ്യപനോട് പ്രാർത്ഥിച്ചു, ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിൽ എനിക്കൊരു മഹാൻ വേണം. അപ്പോൾ 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതം ഉപദേശിച്ചു. ഇതേ കശ്യപൻ തന്നെ അതിഥിക്ക് ഉപദേശിക്കാൻ പോകുന്നു 12 ദിവസം കൊണ്ട് ചെയ്യുന്ന വ്രതം. ഇവിടെ 12 മാസം ചെയ്യുന്ന വ്രതം പറഞ്ഞു കൊടുക്കേണ്ട കാരണം അവിടെ ദിതി എൻ്റെ കുട്ടികൾ നന്നാവണം മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇവിടെ അതിഥി അവൾ അങ്ങനെ പ്രാർത്ഥിച്ചു. ദിതി എന്ത് ചെയ്തു? ഇന്ദ്രനെ നശിപ്പിക്കണം പ്രാർത്ഥിച്ചത് കൊണ്ടാണ് 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്രതം ഉപദേശിച്ചു. അതിൽ സന്ധ്യാസമയത്ത് ഉറങ്ങരുത്, തല അഴിച്ചിരിക്കരുത്, ഇങ്ങനെ മുട്ടുകെട്ടി ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ നിയമം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സന്ധ്യാസമയത്തിൽ തല അഴിച്ചിരിക്കാൻ പാടില്ല, കുറച്ചെങ്കിലും ഇങ്ങനെ കട്ടിയിട്ടിരിക്കണം. ഈ ദിതി എന്ത് ചെയ്തു? ഗർഭവതിയായപ്പോൾ സന്ധ്യാസമയത്ത് ആ ശ്രമം കൊണ്ട് ചെയ്തു ഉറങ്ങിപ്പോയി സന്ധ്യാസമയത്ത്. അത് ഒരു കാരണമാക്കി ഇന്ദ്രൻ അവളുടെ നാസികാദ്വാരത്തോട് ഉള്ളിൽ ചെന്നു, ഗർഭത്തിലേക്ക് ചെന്നു. അവിടെ ഇരിക്കുന്ന കുട്ടിയെ 7 കഷ്ണമാക്കി. ആ കുട്ടിയിലൊക്കെ കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ മാറുത മാറുത കരയണ്ട കരയണ്ട മതി. വീണ്ടും ഓരോ കഷ്ണവും 7 ആക്കി. അങ്ങനെ 7 49 മാറുത കരയണ്ട കരയണ്ട മാറുതന്മാരുടെ കാരണം. പിന്നെ 50 കുട്ടികളായി പുറത്തു വന്നു. ദിതി ചോദിച്ചു, ഏകസങ്കല്പിത പുത്ര, ഒരു പുത്രനക്ക് വേണ്ടിയാണ് ഞാൻ സങ്കല്പം ചെയ്ത്. ഈ 49 കുട്ടികൾ വരാൻ എന്താ കാരണം ചോദിച്ചപ്പോൾ ഇന്ദ്രൻ സത്യം പറഞ്ഞു, ഞാനാണ് അങ്ങനെ വെട്ടി. പക്ഷേ ഭഗവാന്റെ പൂജയുടെ മഹിമ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ടും എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇന്ദ്രൻ സത്യം പറഞ്ഞപ്പോൾ ദിതിക്ക് സന്തോഷമായി. ഈ കുട്ടികളെ നീ തന്നെ വെച്ചോളൂ കൊടുത്തു. അവസാനം എന്തായി? ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ഉണ്ടായ കുട്ടികൾ ഇന്ദ്രൻ്റെ കൂട്ടുകാരായി. ഇവിടെ നിന്ന് എന്താ നമ്മൾ പഠിക്കേണ്ടത്? ദുഷ്ടാശയേപി ശുഭദൈവ ഭവൻ നിഷേവ. അടുത്തവരെ നശിപ്പിക്കാൻ വേണ്ടിയെങ്കിലും അമ്പലത്തിൽ വന്നാൽ അവർക്കും അവസാനം നല്ല ബുദ്ധി ഉണ്ടാവും. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ദിതി ചെയ്ത വ്രതം എങ്ങനെ ചെയ്യണം? ആ പുംസവന വ്രതവും പറഞ്ഞുകൊണ്ടാണ് ഷഷ്ഠസ്കന്ധം സമർപ്പിക്കുന്നത്.
ഇന്ന് ഷഷ്ടസ്കന്ധത്തോട് നമുക്ക് നിർത്താം. പിന്നെ പ്രഹ്ലാദ ചരിത്രം നാളെ നമുക്ക് വിസ്തരിച്ചിരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ബോലോ നാരായണ ജയ ജയ വിഠല 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 ലക്ഷ്മീ നാരായണ ഗംഗ ലക്ഷ്മീ നാരായണ ഗംഗ ഗോവിന്ദ വിഠല Thank you.